ഈ തെരഞ്ഞെടുപ്പിലെ പല മണ്ഡലങ്ങളും നമ്മൾ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ. ചില മണ്ഡലങ്ങളൊക്കെ നമുക്ക് ഉറപ്പാണ്. എങ്കിലും ചില മണ്ഡലങ്ങൾ അവിടുത്തെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും എന്താവും അവിടുത്തെ ഒരു വോട്ട് ഷെയർ, ഭൂരിപക്ഷം ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെന്താ പറയുക ഭയങ്കര കൗതുകത്തോടെ, ഭയങ്കര പ്രതീക്ഷയോടു കൂടിയൊക്കെ എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. അതിലൊരു 2 മണ്ഡലമുണ്ട്. ധർമ്മടവും ബേപ്പൂരും. ധർമ്മടത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബേപ്പൂര് മന്ത്രി മുഹമ്മദ് റിയാസും. ഈ 2 മണ്ഡലങ്ങളുടെ പ്രത്യേകത 2 എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അതായത് വേറെ പാർട്ടികളുണ്ട്. ഞാൻ പറയുന്നത് രണ്ടും മന്ത്രിമാർ രണ്ടുപേരും നിൽക്കുന്നത് മാത്രമല്ല, ഇവർ രണ്ടുപേരും നമുക്കറിയാം പിണറായി വിജയന്റെ മകളുടെ ഭർത്താവാണ് ശ്രീ മുഹമ്മദ് റിയാസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണവും ഈ പറയുന്ന കുടുംബ മേധാവിത്വം അല്ലെങ്കിൽ ഈ മരിമോനിസം, പിണറായി പല പല വാക്കുകളാണല്ലോ ഇവരെ എതിരാളികൾ പറയുന്നത്. അപ്പോൾ ധർമ്മടത്ത് ശരിക്കും പിണറായി സ്ട്രോങ് തന്നെയാണ്. നമുക്കൊരിക്കലും ധർമ്മടം പിണറായിയുടെ തട്ടകം തന്നെയാണ്. ഒരിക്കലും അവിടുന്ന് പിണറായിനെ ധർമ്മടക്കാർ ചതിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നാലും ഇപ്പോൾ ധർമ്മടത്തെ ഒരു ഒരു ഹിസ്റ്ററി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ധർമ്മടത്തെ നമുക്കറിയാം കണ്ണൂർ ലോക്സഭയിലുള്ള ഒരു മണ്ഡലമുണ്ട്, 7 മണ്ഡലങ്ങളിലുള്ള ഒരു മണ്ഡലമാണ്. ശരിക്കും കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കേന്ദ്രം തന്നെയാണ്. അവിടെ ഒരു പരിധിവരെ കോൺഗ്രസിന് ഒരു എന്താ പറയുക, കോൺഗ്രസിന് അവിടെ ഒരു സ്ഥാനം നേടി കൊടുത്തതിന്റെ ഒരു പ്രധാന കാരണം കെ സുധാകരൻ തന്നെയാണ്. അപ്പോൾ കെ സുധാകരൻ എന്നെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്തി കണ്ണൂർ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ 2016 മുതൽ തുടർച്ചയായിട്ട് അവിടെ തന്നെയാണ്. അപ്പോൾ 2011 പിണറായി വിജയന് മുമ്പാണെങ്കിലും അവിടെ CPM-ന്റെ കെ നാരായണനാണ് വിജയിച്ചിരുന്നത്. അദ്ദേഹത്തിന് 53% വോട്ടാണ് കിട്ടിയത്. കോൺഗ്രസിന്റെ മമ്പറം ദിവാകരന് 47%. അപ്പോൾ വലിയ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ മോശമല്ല, ഒരു 6% ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. BJP അവിടെ അന്ന് 2011 CP സംഗീതയ്ക്ക് വെറും 3.64 ഉള്ളൂ. അപ്പോൾ BJPക്ക് അന്ന് 2011 എന്തായാലും ഒട്ടും തന്നെ എന്താ പറയുക അവിടെ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 2016 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പിണറായി മന്ത്രിസഭ ഒരു LDF ഭരണത്തിൽ വന്ന ആ ആദ്യത്തെ വർഷം പിണറായി വിജയൻ അവിടെ നിൽക്കുന്നു. പിണറായി വിജയൻ അവിടെ MLA ആവുന്നു, മുഖ്യമന്ത്രി ആവുന്നു. അന്ന് പിണറായി വിജയന് കിട്ടിയത് 56.84%. തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി നേടിയെക്കാട്ടും ഒരു 3% മുകളിൽ കിട്ടിയിട്ടുണ്ട്. മമ്പറം ദിവാകരൻ തന്നെയായിരുന്നു പിന്നെ നിന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതം നേരെ താഴോട്ട് പോയിട്ട് 32.82. അതായത് മുമ്പ് 42 ഉണ്ടായിരുന്നത് ഏകദേശം 10%-ഓളം താഴേക്ക് പോയി. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പോയ വോട്ടുകൾ എവിടേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് CPM-ന് പോയിട്ടുണ്ട്. പിണറായി വിജയന് ഒരു 3% എക്സ്ട്രാ വോട്ട് പിടിച്ചിട്ടുണ്ട്. BJPക്ക് ചെറിയൊരു ഗ്രോത്ത് അവിടെ കിട്ടിയിട്ടുണ്ട്. BJPയുടെ തൊട്ട് മുമ്പ് 3.64% ആണെങ്കിൽ 2016 അതിൽ 8.31% SDPAയും 1% കൂടുതൽ വോട്ട്, ഏകദേശം 1.5% വോട്ട് പിടിച്ചിട്ടുണ്ട്. നോട്ട 0.4% വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മമ്പറം ദിവാകരന് ഈ വോട്ട് പോയത് പിണറായിക്കും BJPക്കും കുറച്ച് SDPക്കും പോയിട്ടുണ്ടാവാം. 2021 ഈ പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ, അന്ന് പിണറായി വിജയന്റെ വോട്ട് കൂടുകയാണ് ചെയ്തത്. 59.61% പിണറായിക്ക് ലഭിച്ചത്. കോൺഗ്രസിന്റെ രഘുനാഥന് വീണ്ടും കുറയാണ്. അതായത് തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ കിട്ടിയ 32%-ൽ നിന്നും 28.33% കിട്ടിയത്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു 3 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, 3 ടേമിൽ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2011 42%, 2016 എത്തിക്കഴിഞ്ഞപ്പോൾ 32.82%, 2021 എത്തിക്കഴിഞ്ഞപ്പോൾ 28.33%. താഴോട്ടാണ് കോൺഗ്രസ് പോയിരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തിൽ. BJPയുടെ CK പത്മനാഭൻ 9.13%. BJPക്ക് ഇവരെ രണ്ടുപേരും വെച്ചോ LDF-നെ UDF-നെ വെച്ച് നോക്കുമ്പോൾ വലിയ വോട്ടൊന്നല്ല, 2 അക്കം പോലും എത്തിയിട്ടില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മോദി ഭരണത്തിൽ വന്ന ശേഷം 2016-21 പല മണ്ഡലങ്ങളും 2%, 3%-ൽ നിന്ന് 18, 16, 22, 23 ഒക്കെ എത്തിയ പല മണ്ഡലങ്ങളുണ്ട്. പക്ഷെ കണ്ണൂര് ധർമ്മടത്ത് ആ ഒരു ഗ്രോത്ത് വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും വോട്ട് കൂട്ടിയിട്ടുണ്ട് BJP. SDPക്ക് 1.42%. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിനും അവിടെ 1%-ന് മുകളിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് പോയ വോട്ട് വീണ്ടും കുറച്ച് BJPക്ക് പോയി, കുറച്ച് പിണറായിക്ക് പോയി, SDPക്ക് പോയി, ആ ഇൻഡിപെൻഡന്റും പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും. പിന്നെ 2026 എത്തി നിൽക്കുമ്പോൾ പിണറായിക്കെതിരെ നിൽക്കുന്ന കോൺഗ്രസിന് UP അബ്ദുൾ റഷീദും BJPയുടെ K രഞ്ജിത്തുമാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ അബ്ദുൾ റഷീദും ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് തന്നെയാണ്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. 2021 തളിപ്പറമ്പിൽ മത്സരിച്ചിട്ട് അന്ന് MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം കുറച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ LDF അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വ്യക്തിയല്ല, നിസ്സാരമായിട്ട് കാണില്ലായിരിക്കും LDF-ന്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്.
ഇപ്പോൾ അദ്ദേഹം കറന്റ് അദ്ദേഹം KPCC മെമ്പറും കൂടിയാണ്. അപ്പം എന്തായാലും ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ധർമ്മടത്ത് നിൽക്കുന്നത്. പിണറായി എന്തായാലും ജയിക്കും തന്നെയാണ് വ്യക്തിപരമായിട്ടും എനിക്കും തോന്നുന്നത്. ഒരിക്കലും പിണറായിനെ എന്ത് വിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില നേതാക്കളുണ്ട്. അതിപ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, KM മാണി ആയിക്കോട്ടെ, കുറെ പേര് നമുക്ക് അങ്ങനെയുണ്ട്. അതേപോലെ ഒരു വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ. പക്ഷെ വോട്ട് കുറഞ്ഞാൽ, അത് BJPക്ക് വോട്ട് കൂടിയാൽ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് കൂടിയാൽ അതൊരു പിണറായിക്ക് ക്ഷീണം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി അടുത്തത് ബേപ്പൂര് മണ്ഡലം വരുമ്പോൾ, ബേപ്പൂര് മണ്ഡലത്തിൽ ഈ പറഞ്ഞ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ 7 എണ്ണത്തിൽ ഒന്നാണ്. അവിടെ ശരിക്കും 1967 മുതൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ CPM-ഉം കോൺഗ്രസും മാറി മാറി തന്നെയായിരുന്നു കുറെ കാലം ഭരിച്ചിരുന്നത്. പക്ഷെ 87, അതായത് 67 മുതൽ ഒരു 87 വരെ CPM-ഉം കോൺഗ്രസും, ആദ്യം കുറെ കാലം CPM, പിന്നെ ഒരു 77 മുതൽ ഏകദേശം ഒരു 87 വരെ കോൺഗ്രസ്, ഇങ്ങനെയായിരുന്നു. അവിടുന്ന് 87 എത്തിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ CPM തന്നെയാണ്. അപ്പോൾ എത്ര വർഷം? ഏകദേശം ഒരു 39 വർഷം അല്ലെ, 39 വർഷമായിട്ട് അവിടെ CPM തന്നെയാണ്. അവിടെ ചുവപ്പിനെ മറികടക്കാൻ വേറൊരു പാർട്ടിക്കും ഒരു കോൺഗ്രസിനും സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 3 ടേം എടുത്തു കഴിഞ്ഞാൽ 2011 ഇളമരം കരീം അദ്ദേഹമായിരുന്നു ഇവിടെ വിജയിച്ചത്. അദ്ദേഹത്തിന് 46.8%, കോൺഗ്രസിന് 42.69% വരുന്നത്. കോൺഗ്രസും ടൈറ്റ് ആണ്, ഒരിക്കലും മോശമല്ല, പക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. BJPക്ക് 2011 8.5% ആയിരുന്നു അവരുടെ വോട്ട് ഷെയർ. 2016 എത്തിക്കഴിഞ്ഞപ്പോൾ CPM തന്നെ വീണ്ടും VKC മുഹമ്മദ് കോയായിരുന്നു. അദ്ദേഹം 44.39%. കോൺഗ്രസിന് കുറയാണ് ചെയ്തത്, 35.16%. അത് ഏകദേശം ഒരു 7% കോൺഗ്രസിന് കുറഞ്ഞു. BJPക്ക് അവിടെ ഒരു കൂടി എന്നുള്ളതാണ്. 17.96% BJPക്ക് കൂടിയത്. അപ്പൊ 2 അക്കം BJP കടന്നത് മാത്രമല്ല, ഡബിൾ ഡിജിറ്റിലേക്ക് എത്തി. 2021 ഈ പറഞ്ഞ മുഹമ്മദ് റിയാസ് അതിന് മുമ്പൊക്കെ ഇലക്ഷനൊക്കെ നിന്നിട്ട് പുള്ളി കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ജയിക്കുന്നത് അപ്പോഴാണ്. 2021 ജയിക്കുന്നു, 49.7%. അതായത് എളമരം കരീമും മുഹമ്മദ് കോയും നേടിയേക്കാട്ട് കൂടുതൽ വോട്ട് പിടിക്കുന്നു. കോൺഗ്രസിന് 32.33%. വീണ്ടും കോൺഗ്രസ് താഴോട്ടാണ് പോയത്. പിന്നെ BJPയുടെ പ്രകാശ് ബാബു തന്നെ നിന്നു. അദ്ദേഹം ചെറുതായിട്ടൊരു ഡീഗ്രോത്ത് വന്നു, 15.9%. പക്ഷെ ഒരിക്കലും നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം പിടിച്ച് നിൽക്കുക തന്നെയാണ് ചെയ്തത്. SDPIക്ക് വോട്ട് പിടിച്ചിട്ടുണ്ട്, ഏകദേശം 1.5%-ത്തിനടുത്ത് SDPIയും വോട്ട് പിടിച്ചു. അപ്പോൾ ഈ മുഹമ്മദ് റിയാസ് അന്ന് ഈ പറഞ്ഞ പോലെ വളരെ പേരെടുത്ത, എന്താ പറയുക, ഇടതുപക്ഷത്തിലെ ഒരു യുവ നേതാവെന്നുള്ള പേരെടുത്തു. അദ്ദേഹം 2009 ലോക്സഭ ഇലക്ഷനിൽ MK രാഘവനാണ് വിജയിച്ചത്. പക്ഷെ MK രാഘവന്റെ ഭൂരിപക്ഷം വളരെയധികം കുറച്ച്, 858 വോട്ടിനാണ് MK രാഘവൻ ജയിച്ചത്. എന്നിട്ട് 2021 അദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോൾ വൻ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം മുഹമ്മദ് റിയാസ് വീണ്ടും നിൽക്കുന്നു. മുഹമ്മദ് റിയാസിനെതിരെ നിൽക്കുന്നതാണ് ആരാണെന്നുള്ളതാണ്, PV അൻവർ ആണ് എതിരെ നിൽക്കുന്നത്. BJPയിൽ ആണെങ്കിൽ പ്രകാശ് ബാബു തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ PV അൻവർ നമുക്കറിയാം, PV അൻവർ കുട്ടിക്കാലം മുതലേ ഒരു KSU നേതാവൊക്കെ ആയിട്ട് വരുന്നു. കോൺഗ്രസ് കുടുംബമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ നിന്ന് ജയിച്ച 2016 LDFന്റെ കാൻഡിഡേറ്റ് ആവുന്നത്. LDF സ്വതന്ത്രനാവുന്നു, ജയിക്കുന്നു, 2 തവണ ജയിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, മറ്റേ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 3ാം സ്ഥാനത്ത്. അതായത് LDFനായിട്ടൊരു ഉടക്കം. നമുക്ക് എല്ലാവർക്കും ആ കഥകൾ അറിയാം, പിന്നെ കഥകളിലേക്ക് പോകുന്നില്ല. എന്തായാലും PV അൻവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിണറായിനെയും മുഹമ്മദ് റിയാസിനെയും വിമർശിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു റിയാസ് മാത്രം മതിയോ പാർട്ടിയിൽ എന്നൊക്കെ ചോദിച്ചാൽ, അതായത് എന്താണോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ ആ ഒരു പിണറായി മുഹമ്മദ് റിയാസ് കൂടി പാർട്ടീനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്, വേറെ ആരെയും വളരാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ, അതിനെ ഒന്ന് എന്താ പറയുക, സാധൂകരിക്കുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. PV അൻവർ പിന്നെ കോൺഗ്രസിലേക്ക് പോവോ UDFിലേക്ക് പോവോ എന്നുള്ളൊക്കെ ചർച്ചയൊക്കെ വന്ന ലാസ്റ്റ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലാണ് ചേർന്നത്. ഇപ്പോൾ അവിടെ UDF സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ധർമ്മടവും ഈ പറയുന്ന ബേപ്പൂരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സാമ്യതകളെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചത്. രണ്ടിലും പിണറായി വിജയനും ഈ മുഹമ്മദ് റിയാസും നിൽക്കുന്നു എന്നുള്ളത്. കൂടാതെ കോൺഗ്രസിന് കഴിഞ്ഞൊരു 3 ടേം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വോട്ട് വിഹിതം കോൺഗ്രസിന് കുറഞ്ഞുകൊണ്ട് വന്നിരുന്ന ഒരു മണ്ഡലമാണ്. നമ്മൾ അതിന്റെ ഒരു കണക്കും കാര്യങ്ങളും പറഞ്ഞു. ഇപ്രാവശ്യം ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കും, പക്ഷെ പിണറായി വിജയന്റെ വോട്ട് ഷെയർ കുറയ്ക്കുക എന്നുള്ളതാണ് UDFന്റെ ഒരു ലക്ഷ്യം. ഇപ്പുറത്ത് BJPക്കും വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളത്. ബേപ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ റിയാസിനെ തോപ്പിക്കുക എന്ന് തന്നെയാണ് UDFന്റെ ലക്ഷ്യം. അതിനാണ് അവരവിടെ അൻവറിനെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അൻവറിന് നിലമ്പൂര് ഒക്കെ ഉള്ള ആ ഒരു പേര്, അല്ലെങ്കിൽ അത് അൻവറിന് ബേപ്പൂര് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ബേപ്പൂരിൽ അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയാം. ഉപതെരഞ്ഞെടുപ്പിലൊന്നും അദ്ദേഹത്തിന് വലുതായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ നിലമ്പൂര്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും നോക്കാം.
ഇനി അഥവാ റിയാസ് തോറ്റു കഴിഞ്ഞാൽ, മുഹമ്മദ് റിയാസ് തോറ്റു കഴിഞ്ഞാൽ അതൊരു ക്ഷീണം തന്നെയാണ്. ഈ പറയുന്ന അൻവർ ജയിച്ചാൽ അതൊരു ചരിത്രം തന്നെ. അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇമേജ് എനിക്ക് തോന്നുന്നു ഒരു റോക്കറ്റ് പോലെ കുതിക്കും. അതൊരു വലിയൊരു ഗുണം അൻവറിന് ചെയ്യും. ഒരു പക്ഷേ അൻവർ ജയിക്കുകയും UDF ഭരണത്തിൽ വരികയും ചെയ്താൽ ചിലപ്പോൾ അൻവറിന് ഒരു മന്ത്രിസ്ഥാനം വരെ ലഭിച്ചേക്കാം. ഇനി അതല്ല, മുഹമ്മദ് റിയാസ് ജയിക്കുന്നു, അൻവർ തോറ്റാൽ റിയാസിന് അത് ആശ്വാസമാണ്. ഒരു പക്ഷെ അടുത്ത തവണ വീണ്ടും LDF ഭരണത്തിൽ വന്ന റിയാസ് വീണ്ടും മന്ത്രിയാവും. ഇനി LDF ഭരണത്തിൽ വന്നില്ലെങ്കിൽ റിയാസ് ഒരു MLA ആയിട്ട് നിൽക്കും. പക്ഷെ എങ്കിലും അത് നഷ്ടമല്ല. ഇപ്പുറത്ത് തോറ്റു കഴിഞ്ഞാൽ അൻവറിന് അതൊരു വലിയൊരു ക്ഷീണം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ അങ്ങനെ മുഹമ്മദ് റിയാസ് വീണ്ടും ജയിച്ചാൽ ഈ മരുമോനിസം ഉണ്ട്, അല്ലെങ്കിൽ പിണറായി മരുമകനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, മരുമകനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമില്ലാതെയും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.